ഹായ് വ്യൂവേഴ്സ്, രാജേഷ് ടിപ്സിലേക്ക് നിങ്ങൾക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് തിരുവോണം നക്ഷത്രക്കാരെ കുറിച്ചാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ അവരുടെ ദശാകാലം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ നാളുകൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളാണ് തിരുവോണം നക്ഷത്രക്കാർ. കാരണം ഇവരുടെ നവാംശക ചാർട്ടിലെ 4-ാമിടത്തിൽ ഗുളികൻ ഇത്രയും കാലം നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവർക്ക് എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും തടസ്സവും അതുപോലെ വീട്ടിൽ കലഹവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഇനി വരുന്ന കാലം ഇവർക്ക് ശുക്രൻ ഉദിച്ചു എന്ന് തന്നെ പറയാം. കാരണം ഇവർ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ കൂടുതലായിട്ട് ഷൈൻ ചെയ്യാൻ പോകുന്ന ഒരു കാലഘട്ടം തിരുവോണം നക്ഷത്രക്കാർക്ക് വരികയാണ്. കാരണം ഇവരുടെ ഏഴാമത്തെ ഹൗസിലെ കൂടുതലായി ശുക്രൻ്റെ സാമീപ്യം ഉണ്ടാവുകയാണ്. ഇങ്ങനെ ശുക്രൻ്റെയും അതുപോലെ ചന്ദ്രൻ്റെയും ദൃഷ്ടി വരുന്നത് കൊണ്ട് ഇവർക്ക് എല്ലാ രീതിയിലും ഒരു ഉയർച്ച അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഇവരുടെ ദാമ്പത്യ ജീവിതവും വളരെ സന്തോഷകരമാവുകയും ചെയ്യും. അതുപോലെ ഇവർ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അതിലും അവർക്ക് നല്ല മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഈ വരുന്ന 2 മാസത്തിനുള്ളിൽ. തിരുവോണം നക്ഷത്രക്കാർ എല്ലാം കൊണ്ടും ഇപ്പോൾ ഭാഗ്യശാലികൾ ആകാൻ പോകുന്നു. ഏതാണ്ട് ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇവരുടെ 7-ാമത്തെ ഹൗസിലേക്ക് ശുക്രൻ വരികയും അതുപോലെ അവരുടെ ജീവിതത്തിന് തന്നെ ഒരു പുതുമ ഉണ്ടാകുന്ന ഒരു സമയം ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ദോഷങ്ങളെല്ലാം പൂർണ്ണമായി മാറുകയും ചെയ്യും. പിന്നെ ഇവർക്ക് ഈ അടുത്ത കാലത്ത് സർപ്പത്തിൽ നിന്നുമുള്ള ദോഷമായിരുന്നു ഇവരുടെ ജീവിതത്തെ കൂടുതലായി ബാധിച്ചിരുന്നത്. കാരണം ഇവർ സർപ്പത്തിൻ്റെ പ്രീതി വരുത്തുന്നത് തിരുവോണം നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമാണ്. കാരണം ഇവർക്ക് സർപ്പത്തിൻ്റെ സ്വാധീനമുള്ള ഒരു നക്ഷത്രം കൂടിയാണ് തിരുവോണം നക്ഷത്രക്കാർ. അപ്പോൾ ഇവരെ ആ രീതിയിൽ സർപ്പക്കാവുകളിൽ മഞ്ഞൾപ്പൊടി നൽകുന്നതും 100 പാലും ഇത് ചെയ്യുന്നതുമൊക്കെ ഇവർക്ക് ജീവിതത്തിൽ മുന്നേറ്റമുണ്ടാകാൻ നല്ലതാണ്. പിന്നെ ഇനി വരാൻ പോകുന്ന സമയത്ത് പരമാവധി വാക്ക് തർക്കങ്ങളൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്. കാരണം വാക്ക് തർക്കത്തിൽ പോയാൽ അത് കേസിലും മറ്റും എത്തിച്ചേരാൻ ഉള്ള സാധ്യത ഉള്ളതിനാൽ അതിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ ഇവരുടെ കുട്ടികൾക്ക് നല്ല ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ വരാൻ പോകുന്ന കാലഘട്ടം. കാരണം ഇവരുടെ 7-ാം ഭാവത്തിൽ വ്യാഴം നല്ല ബലവാനായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഇവരുടെ സന്താനങ്ങളെ കൊണ്ട് നേട്ടങ്ങൾ ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇവരെ പ്രധാനമായും ദേവി ക്ഷേത്ര ദർശനം നടത്തണം. അത് തിങ്കളാഴ്ച ദിവസം നടത്തുന്നതായിരിക്കും ഇവരുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് ഏറ്റവും നല്ലത്. അതുപോലെ പ്രധാനമായും ഇവരെ അമ്പലത്തിൽ പുഷ്പാഞ്ജലി നടത്തുന്നത് ഇവരുടെ ജീവിത ഉയർച്ചയ്ക്ക് നല്ലതായിരിക്കും. അപ്പോൾ ഇനി വരുന്ന 2 മാസത്തിനുള്ളിൽ തന്നെ ഇവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ജ്യോതിഷ സംബന്ധമായിട്ടുള്ള അറിവുകൾ ലഭിക്കാൻ നിങ്ങൾ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക.
വീഡിയോ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.